എനിക്കെപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന വീടാണ്. അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏത് നേരവും എനിക്ക് കയറി ചെല്ലാൻ പറ്റും. ഞാൻ ഇപ്പോൾ DC പ്രസിഡന്റ് ജോയിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഈ ജോയിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ ജോയി ഒരു ഘട്ടത്തിലും അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം എല്ലാവരും ആഗ്രഹിക്കും. അതിന് താങ്കൾക്കും അദ്ദേഹത്തിനുമൊക്കെ അർഹതയും അവകാശവും ഉണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മികച്ചൊരു കാൻഡിഡേറ്റ് ആയി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പാർട്ടിയോട് ആവശ്യപ്പെടുമോ? അതായത് ജോയി ഞാനും നിങ്ങളീ പറയുന്നതല്ലേ അല്ലല്ലോ കാര്യങ്ങൾ. വാസ്തവത്തിൽ നിങ്ങൾ മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നു. ഷൗക്കത്തിന് മുൻതൂക്കം, ജോയിക്ക് മുൻതൂക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ കൃത്യമായിട്ട് ധാരണയിലാണ് ഞങ്ങൾ പോയത്. ആദ്യം മുതൽ പാർട്ടി ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അവരായിരിക്കും സ്ഥാനാർത്ഥി. അതിന് ജോയി ആണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, ഞാനാണെങ്കിൽ ജോയി പ്രവർത്തിക്കും. ജോയിയെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ ലീഡ് ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രചരണം. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജോയി ലീഡ് ചെയ്യും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ധാരണ. ആ ധാരണക്കൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്കിനും ബുദ്ധിയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച മറ്റൊരാൾ ജോയിയാണ്, പ്രത്യേകിച്ച് നിലമ്പൂർ. അത് വളരെ കൃത്യമായിട്ടും ജോയി അത് നല്ല രൂപത്തിൽ തന്നെ അത് നയിച്ചു, അത് നടപ്പാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ VV പ്രകാശിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരെന്നല്ല വോട്ട് ചെയ്യാമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും അവരുടെ ഒരു വിഷമം മാറ്റാൻ താങ്കൾ ഒരു ശ്രമം നടത്തുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതൊക്കെ വിവാദമാക്കാൻ LDF പോസ്റ്റ് ഇടുന്നു, LDF എഴുതുന്നു, LDF പ്രചരണം നടത്തുന്നു, ദേശാഭിമാനിയിൽ വാർത്ത വരുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? കോൺഗ്രസ് വോട്ടിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അത് ചെയ്തവർക്ക് തന്നെ ബോധ്യമായി കോൺഗ്രസ് വോട്ടിൽ ഒരു നിലക്കും ഭിന്നത ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി. എനിക്കെപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന വീടാണ്. അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏത് നേരവും എനിക്ക് കയറി ചെല്ലാൻ പറ്റും. ഞാൻ ഇപ്പോൾ DC പ്രസിഡന്റ് ജോയിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അത് ചർച്ചയാക്കുന്നതൊക്കെ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിലൊരു ഭിന്നത ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അതിനൊക്കെ അവരെന്നെ മറുപടി പറഞ്ഞല്ലോ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്നൊരു വീട്ടിൽ താങ്കൾ പോയി കഴിഞ്ഞാൽ വിവാദങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം ഇപ്പം കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയില്ലേ, അവസാനം അവരെന്നെ അതിന് മറുപടി പറഞ്ഞല്ലോ. വളരെ കൃത്യമായി അവരെന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ കൃത്യമാണത്. അവരെ കുറിച്ചൊക്കെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി. പക്ഷെ അവരെന്നെ വളരെ കൃത്യമായിട്ട് അവർ നിലപാട് പറഞ്ഞു, അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ വിജയിച്ച് MLA ആകുകയാണെങ്കിൽ ഒരു പ്രഥമ പരിഗണന നിലമ്പൂരിന് എന്തിനായിരിക്കും നൽകുക? നിലമ്പൂരിൽ തുടങ്ങി UDF ഭരണകാലത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കണം. നിലമ്പൂരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്തായാലും 2026 നമ്മൾക്ക് പ്രതീക്ഷ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും നിലമ്പൂരിലെ വികസന മുരടിപ്പും അതേപോലെ തന്നെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും നിലമ്പൂരിൽ ആദിവാസി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതിനൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 23-ന് പുഞ്ചിരിക്കുന്നത് UDF ക്യാമ്പായിരിക്കും. അത് പുഞ്ചിരിയുടെ പ്രശ്നമല്ല, അത് തീരുമാനിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും UDF നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ മുഖത്ത് നിങ്ങളൊരു എന്തെങ്കിലും ഒരു ദുഃഖഭാവം നിങ്ങൾ കണ്ടോ? ഇപ്പോൾ ഇല്ലല്ലോ, ആരുടെ മുഖത്തുമില്ല. അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് എണ്ണിത്തിട്ടപ്പെടുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ 23-ാം തീയതി. എന്തായാലും 23-ലെ പുഞ്ചിരിക്കായി കാത്തിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തോടൊപ്പമുള്ള UDF പ്രവർത്തകരും. കണ്ണൻ തിരുമലയ്ക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.